സെൻഡ് ഓഫ് കഴിഞ്ഞ് അമ്മ വീട്ടിലെത്തി. ഫ്രഷ് ആയതിനു ശേഷം കിച്ചണിലേക്ക് പോയി. അവിടെ കുഞ്ഞിന് കുറുക്കുണ്ടാക്കുകയായിരുന്നു രാജി. അമ്മുവിനെ കണ്ട് രാജി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു അമ്മു സെൻഡ് ഓഫ്? നന്നായിരുന്നു ഏടത്തി. ഞാൻ മാത്രം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്, ബാക്കി എല്ലാവരും നല്ല ഡ്രസ്സായിരുന്നു, അമ്മു പറഞ്ഞു. ബാക്കി എല്ലാവരുടെയും നല്ല ഡ്രസ്സ് എന്താണെന്ന് അറിയാം. ആ നല്ല ഡ്രസ്സ് നിനക്ക് വേണ്ട. ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണ്ട. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. എക്സാം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, കിച്ചണിലേക്ക് വന്ന ജയ പറഞ്ഞു. അമ്മയും അച്ഛനും കുറച്ച് പ്രായമായതുകൊണ്ടാണെന്നെങ്കിലും വിചാരിക്കാം. ഈ ഏട്ടന് ഇങ്ങനെ ആയതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്ത ഏട്ടത്തി. ഏട്ടത്തിക്കെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? അമ്മു സ്വകാര്യായി രാജിയോട് ചോദിച്ചു. കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങിയതിനാൽ രാജി പറഞ്ഞു, അമ്മേ, കുഞ്ഞിനെ ഒന്ന് എടുക്കുവോ? ഞാൻ കുഞ്ഞിന് കഴിക്കാനുണ്ടാക്കട്ടെ. അപ്പോൾ ജയ കുഞ്ഞിനെ എടുക്കാൻ പോയി. പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. എനിക്ക് എല്ലാം വേഗം മനസ്സിലാക്കി തന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളും. അതാണോ നിന്റെ ആഗ്രഹം? രാജി ചോദിച്ചു. ഏട്ടത്തി ഏട്ടനെ ഇങ്ങനെ പേടിച്ചാലോ? ഭർത്താക്കന്മാരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ ഭാര്യമാർക്ക് കഴിയണം, അമ്മു പറഞ്ഞു. എന്നിട്ട് നിന്റെ അമ്മ എന്താ നിന്റെ അച്ഛനെ വരച്ച വരയിൽ നിർത്താത്തത്? രാജി ചോദിച്ചു. അമ്മയ്ക്ക് അച്ഛനെ അനുസരിച്ച് ജീവിക്കാനാ ഇഷ്ടം. അച്ഛൻ പറയുന്നതിലപ്പുറം അമ്മയ്ക്കില്ല. എന്നാൽ ഏട്ടത്തിക്ക് സ്വന്തമായി അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അതെങ്കിലും നടത്തിയെടുത്തൂടെ? അമ്മ ചോദിച്ചു. സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞ് അതെല്ലാം നടത്തിയെടുക്കാൻ തുനിയുന്നതിനു മുൻപ് എനിക്കൊരു ചെറിയ കുഞ്ഞുകൂടിയുണ്ടെന്ന് ഞാൻ ഓർക്കണം. നിനക്ക് അതൊന്നും പറഞ്ഞാ ഇപ്പം മനസ്സിലാവില്ല. നിന്റെ കല്യാണം കഴിയട്ടെ, അപ്പം നിനക്ക് മനസ്സിലാവും. ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുകയാണോ വേണ്ടത്, അതോ ഭർത്താവിനെ അനുസരിക്കുകയാണോ വേണ്ടത് എന്ന് രാജി പറഞ്ഞു. അതിന് ഞാൻ കല്യാണേ കഴിക്കുന്നില്ല ഏടത്തി. സ്വന്തം വീട്ടിലോ എനിക്ക് സ്വാതന്ത്ര്യമില്ല. പിന്നെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ കിട്ടുമോ? എനിക്കൊന്നും വേണ്ട കല്യാണം, അമ്മു പറഞ്ഞു. ഇപ്പൊ നിന്റെ പഠിപ്പ് കഴിഞ്ഞല്ലോ. ഇനി നിന്റെ അച്ഛനും ഏട്ടനും കൂടി നിനക്കുള്ള ചെക്കനെ വേഗം കണ്ടെത്തിക്കോളും. അവരെ അനുസരിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ? രാജി ചോദിച്ചു. അച്ഛനോ ഏട്ടനോ അങ്ങനെ വല്ലതും പറയുന്നത് കേട്ടോ ഏടത്തി? അമ്മു ചോദിച്ചു. ഇതുവരെ അങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. എന്നാ ഇനി നോക്കിക്കൂടാന്നില്ലല്ലോ? രാജി ചോദിച്ചു. കുഞ്ഞിനുള്ള കുറുക്കുണ്ടാക്കി പാത്രത്തിൽ എടുത്തു വെച്ച് രാജി പറഞ്ഞു, ഞാനേ ഇത് കുഞ്ഞിന് കൊണ്ടുപോയി കൊടുക്കട്ടെ. എന്നിട്ട് രാജി അവിടെ നിന്ന് പോയി. അപ്പോ ഇതുവരെ ആലോചനയൊന്നും നടന്നിട്ടില്ല, ഇനി നടന്നുകൂടാ എന്നും ഇല്ല എന്ന് ചിന്തിച്ച് അമ്മു അവിടെ നിന്ന് പോയി. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മു രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയയോട് പറഞ്ഞു, അമ്മേ, എക്സാം അല്ല ഇപ്പൊ കഴിഞ്ഞു. 2 ദിവസം എന്നെ രാവിലെ നേരത്തെ വിളിക്കേ വേണ്ട. എനിക്ക് നന്നായി ഉറങ്ങണം. നീ ഈ പറയുന്നത് കേട്ടാൽ തോന്നും രാവും പകലും ഉറക്കം കളഞ്ഞിരുന്ന് പഠിക്കുകയായിരുന്നു എന്ന്. നാളെ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ. മറ്റന്നാൾ മുതൽ കമ്പനിയിൽ ജോയിൻ ചെയ്യണം, അരുൺ പറഞ്ഞു. മറ്റന്നാൾ മുതലോ? 2 ദിവസം കൂടെ കഴിയട്ടേട്ടാ, എനിക്ക് നല്ല ക്ഷീണുണ്ട്, അമ്മു പറഞ്ഞു. എന്തിന്റെ ക്ഷീണം? എക്സാമിന്റെയോ? അരുൺ ചോദിച്ചു. എക്സാമിന് പഠിക്കാൻ വേണ്ടി ഉറക്കം കളഞ്ഞതിന്റെ, അമ്മു പറഞ്ഞു. അതെ അരുൺ, അവള് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കമ്പനിയിലേക്ക് വരാൻ തുടങ്ങും. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ, ജയ പറഞ്ഞു. ഞാൻ എക്സാം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം കമ്പനിയിൽ കയറിയതാ. എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണോ അമ്മ പറയുന്നത്? അരുൺ ചോദിച്ചു. പോട്ടെ അരുൺ, അവൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങിയാൽ മതി, രാജശേഖരൻ പറഞ്ഞു. അരുൺ പിന്നീട് ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് അമ്മു ഓഫീസിലേക്ക് ചെന്നു. അമ്മു രാജശേഖരന്റെ ക്യാബിനിലിരിക്കുമ്പോൾ ആ കമ്പനിയിലെ നിലവിലെ എഞ്ചിനീയർ ഹരി അങ്ങോട്ട് വന്നു. ഹരി, ഇവളെ നിനക്കറിയില്ലേ? അമ്മു ആണ്, രാജശേഖരൻ പറഞ്ഞു. അറിയാം സർ, ഹരി പറഞ്ഞു. ഇവളുടെ എക്സാം കഴിഞ്ഞു. ഇന്നു മുതൽ അമ്മു ഹരിയുടെ കൂടെ സഹായിക്കാനുണ്ടാകും. ഇവൾക്ക് എല്ലാം ഒന്ന് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം, രാജശേഖരൻ പറഞ്ഞു. ഞാൻ ഇയാളെ സഹായിക്കാനോ? എനിക്കാരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്, അമ്മു പറഞ്ഞു. കോളേജിൽ നീ എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആദ്യം ആരുടെയെങ്കിലും കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹരി ഇവിടുത്തെ നല്ലൊരു എഞ്ചിനീയറാണ്. ഹരി പറയുന്നത് പോലെ നീ അനുസരിക്ക്. ഹരിയുടെ കൂടെ ചെല്ല്, രാജശേഖരൻ പറഞ്ഞു. ഹരി ചെല്ലു, രാജശേഖരൻ പറഞ്ഞു. ശരി സർ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോയി. നീ ഹരിയുടെ കൂടെ ചെല്ല്, രാജശേഖരൻ അമ്മുവിനോട് പറഞ്ഞു. ഇത് വല്ലാത്തൊരു ശിക്ഷ തന്നെ. വീട്ടിൽ അച്ഛനെയും ഏട്ടനെയും അനുസരിക്കുക, ഇവിടെ ഇയാളെ അനുസരിക്കുക. ഒരു പെണ്ണായി പോയതുകൊണ്ട് എല്ലാവരെയും അനുസരിച്ചോളണമെന്നാണോ എന്ന് ചിന്തിച്ച് അമ്മു ഹരിയുടെ കൂടെ പോയി. ഹരി ചെന്ന് ഹരിയുടെ സീറ്റിലിരുന്നു. എന്നിട്ട് അമ്മുവിന്റെ സീറ്റ് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, അതാ നിന്റെ സീറ്റ്. നിന്റെയോ? അമ്മു ചോദിച്ചു.
വേറെ എന്ത് വിളിക്കണം, മാഡം എന്നോ? ഹരി ചോദിച്ചു. എൻ്റെ പേര് അമ്മു എന്നാ. അമ്മു എന്ന് വിളിച്ചാൽ മതി. നീ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടല്ല, അമ്മു പറഞ്ഞു. ഇത് വർക്ക് കഴിഞ്ഞ ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ ഫയലാണ്. ഇതെങ്ങനെയൊക്കെയാ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി പഠിക്ക് എന്ന് പറഞ്ഞ് ഒരു ഫയലെടുത്ത് ഹരി അമ്മുവിനു നേരെ നീട്ടി. വർക്ക് ഫിനിഷായ ഫയൽ ഞാൻ എന്തിനാ നോക്കുന്നത്, അമ്മു ചോദിച്ചു. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫൈനൽ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഇത് നോക്കി ആദ്യം പഠിക്ക്, ഹരി പറഞ്ഞു. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫൈനൽ സ്റ്റേജ് വരെയെല്ലാം കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആദ്യം പഠിക്കാനൊന്നുമില്ല. വർക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ തന്നാ മതി, അമ്മു പറഞ്ഞു. അഹങ്കാരി, നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് വിചാരിച്ച് ഹരി ഓഫീസ് അസിസ്റ്റന്റ് രേവതിയോട് ഒരു ഫയൽ എടുക്കാൻ പറഞ്ഞു. രേവതി ആ ഫയൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് വാങ്ങി ഹരി അമ്മുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിന്റെ ഫയലാണ്. സൈറ്റ് സൂപ്പർവൈസറെ വിളിച്ചു നോക്കി ഇതിന്റെ ബാക്കി ചെയ്യേ. സൂപ്പർവൈസറുടെ നമ്പർ അതിൽ തന്നെ ഉണ്ട്. അമ്മു അത് വാങ്ങി അവൾക്ക് കൊടുത്തിട്ടുള്ള സീറ്റിൽ പോയിരുന്നു. ഫയൽ മറച്ചു നോക്കി. ഒന്നും മനസ്സിലാകാതെ അവൾ അന്തം വിട്ട് അവിടെ ഇരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് ഹരിക്ക് ചിരി വന്നു. എങ്കിലും അവളെ ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നു. അവൾ കുറച്ചുനേരം അത് മറിച്ചു നോക്കിയതിനു ശേഷം ആ ഫയലെടുത്ത് ഹരിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ കോളേജിലെല്ലാം പഠിച്ചതല്ലേ? ഇത് സാധാ ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ലാംഗ്വേജ് പ്രോബ്ലം വല്ലതും ഉണ്ടോ, ഹരി ചോദിച്ചു. എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഒന്നുമില്ല. ഇത് വലിയൊരു പ്രൊജക്റ്റ് അല്ലേ, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുക, അമ്മു ചോദിച്ചു. അതുകൊണ്ടാ ചെറിയൊരു പ്രൊജക്റ്റിന്റെ ഫയല് തന്ന് അത് നോക്കി പഠിക്കാൻ പറഞ്ഞത്. കോളേജിൽ നിന്ന് പഠിച്ച അതേപോലെ തന്നെ ആയിരിക്കില്ല ഓരോ കമ്പനിയിലും ഫോളോ ചെയ്യുന്നത്. ചിലതെല്ലാം ചില കോഡുകൾ വെച്ചാ മെൻഷൻ ചെയ്യുക. ആദ്യം തന്നെ വന്നിരുന്ന് വർക്ക് തുടങ്ങാൻ പറ്റില്ല. ആദ്യം ഈ കമ്പനിയിലെ രീതികൾ പഠിക്ക്. അത് കഴിഞ്ഞ് വർക്കുകൾ സ്വയം ചെയ്യാൻ തുടങ്ങാം, ഹരി പറഞ്ഞു. എന്താ ഹരി, ഇവൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ച് അരുൺ അവിടേക്ക് വന്നു. വന്നല്ലേ ഉള്ളൂ സാർ. ആദ്യം ഫയലുകളൊക്കെ ഒന്ന് നോക്കി പഠിക്കട്ടെ, എന്നിട്ട് ചെറിയ വർക്കുകൾ കൊടുത്തു തുടങ്ങാം, ഹരി പറഞ്ഞു. ഏട്ടാ, എനിക്ക് ഇയാളുടെ കൂടെ ജോലി ചെയ്യണ്ട. വേറെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും ഒപ്പം ഞാൻ വർക്ക് ചെയ്തോളാം, അമ്മു പറഞ്ഞു. ഇയാളോ? നിന്നേക്കാൾ എത്ര വയസ്സ് കൂടുതലാ ഹരിക്ക്? ആദ്യം മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്ക്. ഹരി, വർക്കിൽ ഒട്ടും വിട്ടുവീഴ്ച ഇവൾക്ക് കൊടുക്കണ്ട. പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കട്ടെ, അരുൺ പറഞ്ഞു. ശരി സർ, ഹരി പറഞ്ഞു. നീ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ലേ, അരുൺ അമ്മുവിനോട് ചോദിച്ചു. അവൾ മൂളി. അരുൺ അവിടെ നിന്ന് പോയതിനു ശേഷം ഹരി വീണ്ടും ഒരു ചെറിയ ഫയൽ എടുത്തു കൊടുത്ത് അമ്മുവിനോട് പറഞ്ഞു, ഈ ഫയൽ നോക്കി ആദ്യം പഠിക്ക്. ഇതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ എസ്റ്റിമേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതെല്ലാം അതാദ്യം മനസ്സിലാക്ക്. അവൾ അത് വാങ്ങി അവളുടെ സീറ്റിലേക്ക് പോയി. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി വീട്ടിലെത്തിയ അമ്മു വല്ലാതെ ടയേർഡായിരുന്നു. കുളിച്ചു ഫ്രഷായതിനു ശേഷം അവൾ ബെഡിൽ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജി വന്ന് അവളെ വിളിച്ചുണർത്തി. അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് രാജി കാര്യം തിരക്കി. ഏട്ടത്തി, കോളേജിൽ എന്ത് രസായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നത്. എന്നാൽ വീട്ടിലായാലും ഓഫീസിലായാലും അച്ഛനും ഏട്ടനും എന്നോട് വല്ലാതെ വേർതിരിവ് കാണിക്കുന്നു. ഞാനൊരു പെണ്ണായിപ്പോയി എന്നതുകൊണ്ട് എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ? ഏട്ടനെ പോലെ തന്നെയല്ലേ കമ്പനിയിൽ എനിക്കും സ്ഥാനം. എന്നിട്ടും എന്നെ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് നിർത്തിയിരിക്കുക, അവൾ സങ്കടത്തോടെ പറഞ്ഞു.